ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബീഫ് കൊണ്ടുള്ളൊരു ഹനീത്ത് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഗ്രാമ്പു, ആ, ഏലക്ക, അതുപോലെ കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും, ചെറിയ ജീരകം, ഇവ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ആ മിക്സി ഈ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് ഒന്ന് ഒരു 5-6 വിസിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ചെമ്പ് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഏലക്കയും ഗ്രാമ്പും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴന്നു വരണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നാൽ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് നല്ലതുപോലെ ഉടഞ്ഞു വരണം. അതിലോട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫ് വേവിച്ച് വെച്ച സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് അതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. ഒരു പീസ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അതുപോലെ നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പെടുത്ത് അതിലോട്ട് ഓയിലും അതുപോലെ RKG ഇട്ട് ഒന്ന് സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതുപോലെ അരി കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ്. ബസ്മതി റൈസ് അല്ല കേട്ടോ, ഇത് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസ് ആട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കഴുകി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ ഒരു മസാല അതിലൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ തിളച്ച വെള്ളം മാത്രമേ ഈ റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് മസാലകളിലും ബീഫ് തയ്യാറാക്കുന്നവരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം, എന്നാലേ ആ റൈസ് തയ്യാറാക്കിയാൽ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിലോട്ട് നേരത്തെ ഒരു ചിക്കൻ സ്റ്റോക്ക് മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ റൈസ് തയ്യാറാക്കുന്നേരം അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്ത് ഉടച്ച് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ മേലെ ഏതെങ്കിലും ഒരു വെയിറ്റ് ഉള്ള ഒരു വസ്തു ഇട്ട് വെച്ച് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം.
റൈസ് ഒന്ന് റെഡിയായോ നോക്കാം. അപ്പോൾ 2-3 തവണ ഒന്ന് റൈസ് തിരിച്ചും മറിച്ചൊക്കെ മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ഹനീത്തില് വെറും കുറച്ച് അധികവും സ്പൈസസും അതുപോലെ കുരുമുളക് പൊടി ഇതൊക്കെയാ ഇട്ട് കൊടുക്കുന്നത്. മസാലപ്പൊടികളൊന്നും അധികം ചേർക്കുന്നില്ല. കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുള്ളൂ. വേറെ ഒരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല. അപ്പൊ നേരത്തെ വേവിച്ച് വെച്ച ബീഫൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് അതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ റൈസ് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഈ റൈസിന്റെ കൂടെ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ മയോണൈസോ കൂട്ടി കഴിക്കാം. മയോണൈസ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയൊക്കെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ.